ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ വന്നിരിക്കുന്നത് ബസിലിക്ക ഓഫ് ബോം ജീസസ് അവിടെ കയറാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ബസിലിക്ക. നമ്മളിപ്പോൾ ഈ സൈഡിൽ നിന്നാണ് എൻട്രി എടുത്തത്. അപ്പോൾ ഇവിടെയൊക്കെ ബൈക്ക് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. പക്ഷേ 20 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് പാർക്കിങ്ങിന്. പിന്നെ ഇവിടെ ഫുഡിൻ്റെ ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് ഇവിടെ, അടുത്ത എൻട്രൻസ് അപ്പുറ സൈഡിലാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പല സ്ഥലത്തും വൺ വേ ഉണ്ടാവും. അപ്പോൾ വഴി തെറ്റാൻ വളരെ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വഴി തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോഴും വഴി തെറ്റി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 1500 അവർ പറഞ്ഞത്. ചലാൻ കട്ട് ചെയ്യാൻ കൊണ്ടിട്ട് 500 രൂപ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു. ബസിലിക്ക ഓഫ് ബോം ജീസസ് ഓൾഡ് ഗോവ. ടൈമിംഗ് എന്ന് പറയുന്നത് Monday to Saturday 9 AM to 5 PM, സൺഡേയ്സ് 11 AM to 5 PM. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറണതാണ്. ഇവിടെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല തിരക്കുണ്ടെന്ന് കണ്ടോ, ആളുകളുടെ തിരക്ക് നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ചിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് ആണെന്നറിയില്ല. ഫോട്ടോസ് വീഡിയോസൊന്നും അലൗഡ് ആയിരുന്നില്ല കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് ഉള്ളിലെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പഴയ ചെങ്കല്ല് കൊണ്ട് കംപ്ലീറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ചർച്ചാണത്. പിന്നെ നല്ല ഭംഗിയാണിത്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ചേർച്ച് ഉണ്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അവിടെയും കൂടി കയറിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. അപ്പോൾ ഈ ചർച്ച് ലൊക്കേറ്റ് ചെയ്യുന്നത് ഓൾഡ് ഗോവയിലാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 സ്പോട്ട് ഈസി ആയിട്ട് കണ്ടിട്ട് പോകാം. കണ്ടോ, ഇവിടെ നല്ലൊരു വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട് ചർച്ചിൻ്റെ. ഇവിടെ 2 മരങ്ങൾ നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ പോർച്ചുഗീസുകാരുടെ ആ ഒരു ടൈമിൽ പണിതിരിക്കുന്ന ചേർച്ചാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. നമ്മളുടെ നാട്ടിൽ നിന്നാണെങ്കിലും ക്രിസ്ത്യൻസ് എല്ലാം ഇവിടെ വരുന്നത് ഈ ചർച്ച് വിസിറ്റ് ചെയ്യാനാണ്. ഇതാണ് ഇവിടെയുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ചർച്ച് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ബോഡി റിമെയിൻസ് അടക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രിസർവ് ചെയ്തിരിക്കുന്ന ഒരു ചേർച്ചാണത്. അപ്പോൾ ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടിട്ടും ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. എങ്കിലും 10 വർഷത്തിലൊരിക്കൽ അവരത് പുറത്തല്ല, ചർച്ചിൻ്റെ അകത്ത് പ്രദർശനത്തിന് വെക്കാറുണ്ട്. ആ ടൈമിൽ ഗോവയിൽ നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ജൂണ് ആ ഒരു ടൈമിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു ക്രൗഡിനൊന്നും കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടോ, നല്ല ക്രൗഡുണ്ട്, ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് കണ്ടോ. നല്ല തിരക്ക് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ അവിടെ നിന്നാണ് നടന്നിങ്ങടേക്ക് എത്തിയത്. ഓക്കെ, കണ്ടോ ചേർച്ചിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് ഇപ്പുറത്തു നിന്നൊന്ന് കണ്ടു നോക്കാം. ബസിലിക്ക സുവനിയർ സ്റ്റാൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുവനിയേഴ്സൊക്കെ മേടിക്കാം. പക്ഷേ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. കണ്ടോ, ഇവിടെ നല്ല ഒരു വ്യൂ നോക്കി. ക്രൗഡുണ്ട്, നല്ല ക്രൗഡുണ്ട്. ഇവിടെ 2 മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് അടുത്ത ചേർച്ചുള്ളത്. നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. ഞാൻ പറഞ്ഞ 2ാമത്തെ എൻട്രൻസ് അവിടെയാണ്. ആ ബസ് പോകുന്നുണ്ടോ, അവിടെ നമുക്ക് കയറാൻ പറ്റും. അവിടെ നിന്നാണ് എല്ലാവരും എൻട്രി എടുക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ ചേർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർച്ചിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഫോണും കൊണ്ട് ഏതായാലും ചേർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ലെന്നാണ്. ഇവിടെ ഒരു സോങ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വോയിസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടാവും. നല്ലൊരു ക്രൗഡുണ്ട്. ആളുകൾ ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറിയതാണ്. കണ്ടോ, നല്ല ക്രൗഡുണ്ട്. ഓക്കെ, ഈ ക്രൗഡ് നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു ക്യൂ കാണുന്നുണ്ടോ? ആ ക്യൂ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സൈഡിൽ നിന്ന് കണ്ടോ, ആ മരത്തിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതങ്ങനെ വന്ന് കണ്ടോ ഇങ്ങനെ പോയി ചർച്ചിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. കാരണം ഇപ്പോൾ അത്രയ്ക്ക് തിരക്കുണ്ട് ഇവിടെ ചർച്ചിൽ കയറാൻ. ചർച്ചിൽ കയറുന്നവർ എക്സിറ്റ് ചെയ്യുന്നത്, അതായത് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ ഒരു വഴിയിലൂടെ. ചർച്ചിൻ്റെ ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ആ ഒരു ബൊറോക്ക് ആർക്കിടെക്ചർ എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു പോർച്ചുഗീസ് ആർക്കിടെക്ചറിൻ്റെ ഒരു മിക്സാണിത് എന്നാണ് ഗൂഗിളിൽ കൊടുത്തിരിക്കുന്നത്. ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വളരെ ഭംഗിയുള്ള നല്ല അടിപൊളി ഒരു ചേർച്ചാണ്.
ഇവിടെ നിങ്ങൾ ഗോവയിൽ വരികയാണെങ്കിൽ ഈ ഒരു പ്ലേസ് ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു സൈഡ് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കാരണം ഇത്രയും ക്യൂ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഒരിത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, കണ്ടോ, ഇവിടെ നിന്നാണ് ഇവിടെ ചർച്ചിൽ കയറിയിരിക്കുന്ന ആളുകൾ എക്സിറ്റ് ചെയ്യുന്നുണ്ടോ, ആ ഒരു ഡോറിലൂടെയാണ് എക്സിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല. ഞാൻ ആ ഫ്രണ്ടിൽ വരെ പോവാം. ആളുകൾ മൊബൈൽ യൂസ് ചെയ്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, പക്ഷേ മേളിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലീസ് കീപ് സൈലൻസ്. പിന്നെ മൊബൈൽ ഫോട്ടോഗ്രാഫി, ക്യാമറ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, തൊപ്പി ഇതൊന്നും അലൗഡ് അല്ല. പിന്നെ ഹുഡി, ജാക്കറ്റ് അങ്ങനെയുള്ള, അപ്പോൾ ഒരു ഡ്രസ് കോഡ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൂടാതെ ഇതേപോലെയുള്ള സംഭവങ്ങൾ, ഫോട്ടോസ് വീഡിയോസൊന്നും അലൗഡ് അല്ല, തൊപ്പി അലൗഡ് അല്ല, ഹുഡി അലൗഡ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ആ ചർച്ചിൻ്റെ ഇത് ചെറുതായിട്ട് കാണാൻ സാധിക്കും, പക്ഷേ അവിടെ ഉള്ളിൽ കയറി നമുക്ക് ഇതെടുക്കാൻ അവരെല്ലാം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡ് തിരിക്കണേ. നമുക്കൊന്ന് കയറി നോക്കാം, പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാം. അലൗഡ് അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടോ, എൻട്രി എടുത്തവരൊക്കെ എക്സിറ്റ് ചെയ്യുന്നത് ഇവിടെ കൂടിയാണ്. ഓക്കെ, ഈ 2 ഡോറും ക്ലോസ് ആണ് കേട്ടോ. അടുത്തടുത്തോ അവിടെ കൂടി എൻട്രി എടുത്ത് നമ്മൾ അവിടെ കൂടി കറങ്ങി നമ്മൾ ഈ ഒരു സൈഡിൽ കൂടി ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. ഇവിടെ കയറാൻ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇവിടെ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കയറുന്നില്ല. നമുക്ക് അപ്പുറ സൈഡ് കൂടി ഒന്ന് പോയി നോക്കാം. കാണാം, ഇവിടെ കൂടി നടന്ന് നല്ല തിരക്കുണ്ട്. നിങ്ങൾ ഈ ഡിസംബർ ടൈമിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു തിരക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ബാക്കിയുള്ള ടൈമിലെ പോലെയല്ല. ചേർച്ചൊക്കെ നമുക്ക് ഒരു ഇതില്ലാതെ ക്രൗഡില്ലാത്ത ടൈം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് സീസണിൽ തന്നെ വരാം. ഓൺ സീസൺ ഇത്രയും സീസൺ ടൈമിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ സ്ഥലത്തും ഇതേപോലത്തെ തിരക്ക് നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി കറങ്ങി ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യും. ഇപ്പം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ആ സൈഡ് വ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സൈഡിലേക്ക് ആ ക്രൗഡ് കട്ട് ചെയ്ത് നമ്മൾ ഈ സൈഡിലേക്ക് വന്നു. ഓക്കെ, ഇനി ചിലപ്പോൾ വിഷ്വൽസ് കുറച്ച് ഡാർക്കാവുമെന്ന് വെച്ചിട്ട്, കാരണം ഇവിടെ നല്ല ഈ സൈഡിൽ നിന്ന് കുറച്ച് ഡാർക്കാവുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് ചർച്ചിൻ്റെ ഒരു ഓവറോൾ വ്യൂ. എല്ലാ ആംഗിളിൽ നിന്നും കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു ബാക്കിൽ നമുക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ബാക്ക് സൈഡിലേക്ക്. പക്ഷേ അപ്പുറത്തെ സൈഡ് നമുക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, കാരണം ഇവിടെ നിന്ന് ക്ലോസ്ഡ് ആണ്. ബാക്കിൽ നിന്ന് നമുക്ക് ഒരു വ്യൂ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് കണ്ടോ, ഇത് കണ്ടോ, ക്യൂ പോയിരിക്കുന്നുണ്ടോ, കറങ്ങി അത്രയും ക്യൂ ഉണ്ട്. അപ്പുറത്തെ ചർച്ചിൽ മിക്കവാറും ഈ ഒരു തിരക്ക് തന്നെ നമുക്ക് അനുഭവപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പുറത്തൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. കാണാം, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള 2 ചേർച്ചാണ് ഇവിടെ ഉള്ളതിൽ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള 2 ചേർച്ചുകളാണത്. അടുത്തതിലേക്ക് നമുക്ക് അപ്പുറത്തേക്ക് പോകണം. കണ്ടോ, ക്രൗഡ് ഇവിടെ നിന്ന് തുടങ്ങി അങ്ങനെ പോയി. കണ്ടോ, അറ്റം വരെ ക്രൗഡുണ്ട്. ചേർച്ചിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇനി നമുക്ക് ചേർച്ചിൻ്റെ ഈ സൈഡിൽ കൂടി നടക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവിടേക്ക് പോവാം. ഓക്കെ, ഇവിടെ നിന്ന് ഇതുണ്ട്, എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത ഇത് എൻട്രി എന്ന് പറയുന്നത്, എൻട്രി എക്സിറ്റ്. ഈ റൂട്ടിൽ നിന്ന് നമുക്ക് എൻട്രി എക്സിറ്റ് എടുക്കാം. നമ്മളിവിടെ നിന്ന് എടുക്കാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാർക്കിങ്ങിനുള്ളൊരു ഓപ്ഷൻ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ കൂടി കറക്കി അവിടെ കൊണ്ടുപോയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഓക്കെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തെ ചർച്ചിലേക്ക് പോകാൻ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുണ്ടോ, കുറച്ച് ഡാർക്കാണ്, എന്നാലും നമുക്ക് ആ പള്ളിയുടെ ഒരു ഫുൾ വ്യൂ കിട്ടുന്നുണ്ട്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം,
ആ സൈഡിലേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, സൈഡ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ഉണ്ടോ. നമുക്ക് അവിടം വരെ ആ ചെറിയൊരു ചാപ്പൽ പോലത്തെ ഇതുണ്ടോ അവിടെ, അവിടം വരെ ചെല്ലാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കണ്ടോ, നിങ്ങൾക്ക് ആ ക്യൂവിൻ്റെ ഇതുണ്ടോ, അവിടെ നിന്ന് കണ്ടോ കയറി ഒരു മണിക്കൂറെങ്കിലും എടുക്കുമായിരിക്കും. 1 മണിക്കൂറിനുള്ളിൽ കട്ട് ചെയ്ത് ഉള്ളിൽ കയറാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഈ ഒരു സൈഡിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നത്, കാരണം ഇവിടെ ഒരു തണലുണ്ട് പള്ളിയുടെ കണ്ടോ. അതിൻ്റെ ആ ഒരു സൈഡിൽ ഇത് കണ്ടോ, പില്ലർ പോലത്തെ ആ ഒരു ഇത്, അതിൻ്റെ അടിയിൽ കവാടം പോലത്തെ 3 വാതിലുകളുണ്ട്. വാതിലല്ല, എല്ലാവരും ഫോട്ടോ എടുക്കുന്നൊരു സ്പോട്ട്. നമുക്ക് അവിടേക്ക് പോകാം. ഓക്കെ, ഇവിടേക്ക് ആളുകൾ ഇരിപ്പുണ്ട്, നല്ല തിരക്കുണ്ട് കണ്ടോ. കുറച്ച് ആളുകൾ ഇവിടെ എല്ലാം ഉണ്ട്. ഇതാണ് പള്ളിയുടെ അടുത്തു നിന്നുള്ള പുറത്തേക്കുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. സൈഡ് ഞാൻ കാണിച്ചത് ഇതുണ്ടോ, സൈഡിലുള്ള ഒരു ചെങ്കല്ലിൻ്റെ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ 3 ഇതെന്ന് പറയുന്നത്, ഡോറെന്ന് പറയുന്നത്. ഇവിടേക്ക് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാവരും ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. ശരിക്കും ഇതിലേക്ക് കയറാൻ ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് 3 എൻട്രൻസ് ഉണ്ട്, 3 ഡോറുണ്ട് കണ്ടോ. ആ ഒരു വലിയ ഡോറാണത്. അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ ഡോറ്, നേരത്തെ എല്ലാവരും കയറുന്നത് നമ്മൾ കണ്ടത്. പിന്നെ ഈ ഒരു ഡോറ്, ഇത് രണ്ടും ക്ലോസ്ഡാണ്. ആ ഡോറ് മാത്രം ഓപ്പൺ ചെയ്തിട്ടാണ് അവർ എൻട്രി കൊടുത്തിരിക്കുന്നത്. വലിയൊരു സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. ആർക്കിടെക്ചറിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടോ. ആ വേർഡ് എനിക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കാണോ, 3 ഇതുണ്ട് ഇവിടെ, വാതിൽ പോലത്തെ. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നൊരു സ്പോട്ടാണ്. ഇവിടെ നിന്ന് അങ്ങടേക്കുള്ളൊരു വ്യൂ ഉണ്ടോ. ഓക്കെ, ഇപ്പം ഞാൻ ഉള്ളിൽ കയറി അവിടെ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അത് ആ സൈഡിലേക്ക് പോവാം. ഇവിടെ കൂടെ നടന്ന് ആണോ. ഇവിടെ ആളുകൾ മെയിനായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് എടുക്കണം. ചർച്ചിലെത്തി അവർ ഫോട്ടോ എടുക്കാൻ നിൽക്കണതാണ്. എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കട്ട് ചെയ്ത് പോകാം. ഓക്കെ, ചർച്ചിൻ്റെ വ്യൂ ഉണ്ടോ, നല്ല ഭംഗിയില്ല. കുട്ടികൾ ഫോട്ടോ എടുക്കണതാണ്. ഓക്കെ, നല്ല ഭംഗിയില്ലേ കണ്ടോ. സിംഗിളാണ് ഫോട്ടോ. ഇത് പെയിൻറ്റിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഓക്കെ, 3 ഉള്ളൂ കേട്ടോ. അതേപോലത്തെ ഒരു കവാടം എന്ന് പറയുന്നത് 3 ഉള്ളൂ. ഓക്കെ, ഇവിടെ നോക്കി കണ്ടോ, ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അതിൻ്റെ ആ ഒരു ജനൽ പോലത്തെ കട്ടിയും കാര്യങ്ങളും. ഓപ്പൺ അല്ല, പക്ഷെ അവിടെ ജനൽ പോലെ കട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നല്ല ഭംഗി, നല്ല അടിപൊളി ഒരു കൺസ്ട്രക്ഷനാണ്. പഴയ പോർച്ചുഗീസുകാരുടെ കാലത്തുള്ള ഒരു കൺസ്ട്രക്ഷനാണല്ലോ. നല്ല ഭംഗിയുണ്ട്. ഓക്കെ, കണ്ടോ, ഇവിടെ നിന്ന് കാണാം 3 ഡോറ്. അടിപൊളി. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇപ്പം നമ്മൾ വന്നത് എവിടേക്കാണെന്ന് മനസ്സിലായല്ലോ. സൈഡിൽ കൂടിയാണ് നമ്മൾ വന്നത്. ഓക്കെ, ഇത് നമ്മൾ ആ സൈഡ്. ഓക്കെ, അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. ഇത് സിംഗിൾ കണ്ടിന്യൂസ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടും എവിടെ നിന്നാണ് നമ്മൾ കയറിയെന്നുള്ളതും നമ്മൾ എവിടെ കൂടിയാണ് പോകുന്നത് എന്നുള്ളതും. ഓക്കെ, ചർച്ചിൻ്റെ ആ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ. ഓക്കെ, ഇവിടെ നിന്ന് ഇതുണ്ടോ. ഇതാ ഒരു സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു എന്നുള്ളൂ. ആ ഒരു വിൻഡോസിൻ്റെ ആ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ നല്ല ഭംഗിയാണ്. എല്ലാവരും ഇവിടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് എല്ലാവരും ഇപ്പോൾ ഇവിടെ പുറത്തിരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ ഉള്ളവർ അവിടെയുള്ള ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു. ആണോ, ഇവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ നിന്ന് സൈഡ്
കാരണം ഇത്രയും ഒരേ ലെവലിലാണ് വന്നിരിക്കുന്നത് ഏകദേശം ഇവിടം വരെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇതിൻ്റെ ഒരു ഇത് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇതാണ്ടോ മേളിലേക്ക്. ഇതാ ആർക്കിടെക്ചറിൻ്റെ ആ ഒരു സ്റ്റൈല് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ ആളുകളൊക്കെ ഇതാണ്ട് ഫോട്ടോസ് എടുക്കുന്നു, റെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പുറത്തുള്ളവരെല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ടോ. ഇവിടെ ഒരു ക്രോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ സൈഡിൽ വന്നിട്ട് ഇവിടെ നിന്നുള്ള ഒരു ഇത് നോക്കാം. ഓക്കെ, ഇതാണ് ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. കുറച്ചും കൂടി ബാക്ക് വരേണ്ടി വരും, പക്ഷേ ഇവിടെ നിന്ന് ബാക്ക് വരുമ്പോൾ സൺലൈറ്റ് കയറുന്നുള്ളൂ, നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ക്യാമറയിൽ ലൈറ്റ് ഇല്ല. ഓക്കെ, കണ്ടോ നല്ല ക്രൗഡുണ്ട്, നല്ല ക്രൗഡുണ്ട് ഇവിടെ. ഇത്രയും ഭംഗിയുള്ള ഈ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളും മറ്റുള്ള ചർച്ചുകളുടെ ഇവിടുത്തെ ഇല്ല. ഞാനെല്ലാ ചർച്ചുകളും ഏകദേശം വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഗോവയിലുള്ള. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും തന്നെ വൈറ്റ് കളറിങ് ആയിരിക്കും പുറത്ത് വാൾസിനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ആ ഇതിൽ തന്നെ ചെങ്കല്ലിൽ തന്നെ പണിത് കളറും കാര്യങ്ങളൊന്നും കൊടുക്കാതെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നൊരു ചേർച്ചാണ്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആണോ, വൈറ്റ് കളറിലെ ആ ചേർച്ച്. അതേപോലെ തന്നെ എല്ലാ ചേർച്ചും ഇവിടെയുള്ള വൈറ്റ് കളറിൽ തന്നെയാണ്. പിന്നെ ഞാൻ ചില ചാപ്പൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചാപ്പലിൽ അവർ ഇതേപോലെ കളറൊന്നും കൊടുക്കാറില്ല. ഇത് ഈ ചെങ്കല്ലിൽ തന്നെ ബിൽഡ് ചെയ്ത് പെയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബാക്കിലേക്ക് എത്തി ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുണ്ടോ ബാക്കിൽ നിന്നുള്ള വ്യൂ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് എടുക്കാം. കുറച്ചും കൂടി വരേണ്ടി വരും, അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നൊരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, പള്ളിക്ക് നല്ല സ്പേസ് ഉണ്ട്. സ്പേസ് മീൻസ് പുറത്ത് നല്ല സ്പേസ് ഉണ്ട്. പണ്ട് ബിൽഡ് ചെയ്ത ചേർച്ചാണല്ലോ, അതങ്ങനെ ആയിരിക്കത്തുള്ളൂ. ഓക്കെ, ഇതാണ് ബാക്കിൽ നിന്നുള്ള ആ ഒരു വ്യൂ. ഞങ്ങൾക്ക് ആ ഒരു ഫുള്ള് ഇത് കിട്ടത്തില്ല, അവിടെ ഇങ്ങനെ എടുക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ആ ഒരു സൈഡ് വരെ കൂടി പോയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെയും എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് പൊതുവെ നിൽക്കുന്നത്. കണ്ടോ, ഇനി അപ്പുറത്തേക്ക് നമുക്ക് പോകാനുള്ളൊരിതില്ല. അവിടെ ഡോറുണ്ട്, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ചേർച്ചിൽ സർവീസിന് വരുന്നവർക്ക് വേണ്ടി അത് അവർ തുറന്ന് കൊടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇവിടെ ഒരു ഡോറുണ്ട് കേട്ടോ ചേർച്ചിൻ്റെ ഉള്ളിലേക്ക്. ബാക്കിൽ നിന്നാണിത്, ബാക്കിൽ ഡോറാണ്. ഓക്കെ, നമുക്കത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. ഇവിടെയൊക്കെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ്. കാരണം ഈ സൈഡിലൊക്കെ കാട് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയ ഒന്നുമല്ല, ആരും താമസമൊന്നുമില്ല. കണ്ടോ വിൻഡോസൊക്കെ കണ്ടോ ചേർച്ചിൻ്റെ. ആ വിൻഡോ ഓപ്പണാണ്. ആ വിൻഡോ ഇതൊക്കെ ഗ്ലാസ് വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടം വരെ അങ്ങോട്ടേക്കൊരു ഡോറുണ്ട്. ഓക്കെ, അവിടെ ഒരു ഡോറുണ്ട്, അത് ക്ലോസ്ഡ് ആണ്. ഞാൻ ജസ്റ്റ് ഇവിടം വരെ വന്നെന്നുള്ളൂ. അപ്പോൾ കണ്ടോ പള്ളിയുടെ ഇപ്പുറത്തെ സൈഡ് ഇതാണ്. കണ്ടോ പള്ളിയുടെ ഇപ്പുറത്തെ സൈഡ്. പക്ഷെ ഞാനിവിടെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സൈഡിലേക്ക് വരുന്നത് തന്നെ. ഇത് നോക്കി, ഇവിടെ ഒരു ചെറിയ എന്തോ ഒരു ഇതുണ്ട്, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. ടോയ്ലറ്റ്, പിന്നെ ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. കണ്ടോ ആ സെയിം ഇത് തന്നെ, ഇത് കണ്ടോ അത് തന്നെയാണ് അപ്പുറത്തുള്ളത്. പിന്നെ ഉള്ളിലെയും കാര്യങ്ങളൊക്കെ അവിടെ നോ എൻട്രി ആണ്, അങ്ങോട്ട് അധികം പോയിട്ട് കാര്യമില്ല. തെങ്ങിൻ്റെ ചോടൊക്കെ നല്ല ഭംഗിയായിട്ട് കല്ലൊക്കെ വെച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് അങ്ങോട്ട് കയറി പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളപ്പോൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് പോകാൻ. ഓക്കെ, ഈ ഒരു ഡോറും ഈ ഒരു എൻട്രി ഇത് ബാക്കിലാണ് വരുന്നത്. ഇവിടെ കൂടി ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് നമ്മൾ കയറുന്നത്. കാരണം ഇവിടേക്ക് ആരും വരാറുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ കാണുന്ന ഒരു ക്രൗഡും ഇവിടെ കാണുന്ന ഒരു ക്രൗഡും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഡോറ് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് ആരും ഇവിടെ കൂടി വരത്തില്ല. വളരെ കുറച്ച് ആൾക്കാരാണ് ഈ ഒരു സൈഡിൽ കൂടി വന്ന് ഇത് കണ്ടിട്ട് പോകുന്നത്. നമ്മളപ്പോൾ തിരിച്ച് പോണേന് തിരിച്ച് ഈ വഴി നമ്മൾ
പട്ടി ഇതാക്കുന്ന നോക്കി. ഇത് കണ്ടോ, ഇവിടെ ഒരു പട്ടി ഇരിപ്പുണ്ട്, അവൻ ഒച്ച ഉണ്ടാക്കണേ. പട്ടി കടിച്ചു പോയി. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാനുള്ള പ്ലാനാണ്. ഇവിടെയാണ് 1-2 പേരെ കണ്ടു. ഈ ഡ്രെഡ് ലോക്ക് എന്നാണ് പറയുന്നത് ഒന്നതിനാ. ഈ മുടിയിലിങ്ങനെ നൂല് വെച്ചിട്ട് കളറ് പോലെ ഇങ്ങനെ പിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിവിടെ കുറേ പേര് ചെയ്യുന്നുണ്ട്. അതോ 19 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ചെയ്ത് വിടും. അപ്പോൾ നമ്മളിവിടുന്ന് പുറത്തേക്ക് നടക്കണം. ഇപ്പോൾ അങ്ങനെ നമ്മൾ പുറത്ത് എത്താറായി. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സൈഡും ചേർച്ചിൻ്റെ കവർ ചെയ്ത് കഴിഞ്ഞു. ചേർച്ചിൻ്റെ നല്ലൊരു വ്യൂ ആണെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏകദേശം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാ തവണയും ഗോവയിൽ വരുമ്പോൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാമാണ് ഇപ്രാവശ്യത്തെ വീഡിയോയിലും ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ഇതാണ്. ഇനി നമുക്ക് അപ്പുറത്തെ ഒരു ചേർച്ചിലേക്ക് പോകണം. സേ കാത്തീഡ്രൽ എന്നാണ് പറയുന്നത്. ഇത് ചേർച്ച് ഓഫ് ഇൻഫൻറ്റ് ജീസസ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം എന്ന് തോന്നുന്നു. ചേർച്ച് ഓഫ് ബോം ജീസസ് എന്നാണ് നെറ്റിലെല്ലാം കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകണതാണ്. ഇനി ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് അടുത്ത ചർച്ചിലേക്ക് കയറാം. കാരണം ഒരു ക്രൗഡിൻ്റെ ഒഴുക്കുണ്ടോ, നല്ല ക്രൗഡിനുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാനിങ്ങനെ വന്നിട്ട് ഈ ക്യൂ ഉണ്ടല്ലോ, ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ക്യൂ ആയിട്ട് ആളുകൾ നിൽക്കുന്നത് ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇതിന് മുന്നേ ഒന്നും ഞാൻ അതുപോലെ ക്യൂ ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ല. കാരണം അതിനനുസരിച്ച് ക്രൗഡുണ്ട്, അതുകൊണ്ടിട്ടാണ് അവർ അങ്ങനത്തെ ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലെന്നാണെങ്കിൽ അവർ ജസ്റ്റ് നമുക്ക് വന്ന് നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട് വലിയ ക്രൗഡൊന്നും ഉണ്ടാകുന്നില്ല. ഒരു 50 പേരും ഉണ്ടാവില്ല, 10-25 പേരുടെ ഒരു ക്യൂ ആയിരിക്കും അത്. ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തി. നമുക്കിനി ഒന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റുമെങ്കിൽ കയറാം, ഇല്ലെന്നാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഇതിലേക്ക് പോകാം. നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.